ഹായ് ഓൾ, KS ഓണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഡിഗ്രി ലെവൽ എക്സാം എഴുതുന്നവർക്കെല്ലാം ഉപകാരപ്രദമായ മാത്സിലെ പാർട്ട്ണർഷിപ്പ് പ്രോബ്ലം എന്നുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ്. നമുക്ക് പാർട്ട്ണർഷിപ്പ് പ്രോബ്ലത്തിലെ ക്വസ്റ്റ്യൻസിൻ്റെ കൺസെപ്റ്റും അതെങ്ങനെ അതുമായിട്ട് അപ്രോച്ച് ചെയ്യാമെന്നുള്ളത് നോക്കാം. ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ പാർട്ട്ണർഷിപ്പായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ പറയാം. പാർട്ട്ണർഷിപ്പായിട്ട് റിലേറ്റ് ചെയ്ത കാര്യം 2-3 പേര് ചേർന്നൊരു ബിസിനസ് ചെയ്യുന്നു. അവർ കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. കുറച്ച് നാളത്തേക്ക് വർഷത്തേക്കായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് പ്രോഫിറ്റ് കിട്ടുമ്പോൾ അതെങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം അല്ലേ, അതാദ്യം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നത് 2 പേരുണ്ട്, എ ബി. അവർക്ക് പ്രോഫിറ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് അവരെന്ത് ഇൻവെസ്റ്റ് ചെയ്തു എന്നതിനെ ആശ്രയിച്ചിരിക്കും അല്ലേ. ഇൻവെസ്റ്റ്മെന്റ് ഓഫ് എ ഈസ് ടു ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ബി. ഇതിപ്പോൾ ഞാൻ ഇൻവെസ്റ്റ്മെന്റ് മാത്രം പറയുന്നത് വെച്ചാൽ അവരുടെ സമയം ടൈം പീരീഡ് സെയിം ആയിരുന്നു. അതായത് ഇപ്പോൾ ഒരു വർഷത്തേക്കാണ് രണ്ടുപേരും ബിസിനസ് ചെയ്തത്, എയും ബിയും ഒരുമിച്ച് ഒരു വർഷം ചെയ്തെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇനി ടൈം ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും അല്ലേ. എ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ബി ചിലപ്പം 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും ജോയിൻ ചെയ്തത്. അങ്ങനെയൊക്കെ വന്നാൽ ടൈം ഡിഫറൻ്റ് ആയിട്ട് വരും. അപ്പോൾ ടൈമും കൂടെ നമ്മൾ പറയണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇക്വേഷൻ എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ഓഫ് 2 പേരുടെ ഒരു ബിസിനസ്സിൽ ചെയ്യുമ്പോൾ അവരുടെ പ്രോഫിറ്റ് എങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ പ്രോഫിറ്റിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ ഇൻറ്റു ടൈമിന്റെ റേഷ്യോ ഈസ് ടു ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ബി ഇൻറ്റു ടൈം ഓഫ് ബി. ക്ലിയർ ആണ്. ഇപ്പോൾ 2 പേരേ ഉള്ളൂ. ഇനി ഇത് 3 പേരാണെങ്കിൽ മൂന്നാമത്തെ ആളുടെയും കൂടെ എടുക്കുക. ക്ലിയർ ആണ്. ഇൻവെസ്റ്റ്മെന്റ് ഓഫ് സി ഇൻറ്റു ടൈം ഓഫ് സി. ക്ലിയർ ആണ്. ഈ ഒരു ഇക്വേഷൻ മതി നമുക്ക് പ്രോഫിറ്റിന്റെ ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയും ആലോചിക്കുക. ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്, ഇനി അവർ എത്ര നാളത്തേക്കാണ് ആ ബിസിനസ് ചെയ്തത് എന്നുള്ളതൊക്കെ ക്വസ്റ്റ്യനിൽ നിന്ന് നോക്കുക. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദിത്യ ആൻഡ് സഞ്ജയ് സ്റ്റാർട്ടഡ് എ ബിസിനസ് ഇൻവെസ്റ്റിംഗ് ₹45,000 ആൻഡ് ₹30,000 റെസ്പെക്റ്റീവ്ലി. വാട്ട് വിൽ ബി ദ റേഷ്യോ ബിറ്റ്വീൻ ദെയർ പ്രോഫിറ്റ്? അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് മാത്രം എടുത്താൽ മതി. പ്രോഫിറ്റ് ഓഫ് എ ഈസ് ടു പ്രോഫിറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് എ ഈസ് ടു ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ബി ആണ്. എയുടെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? 45,000 അല്ലെ. 45,000 ഈസ് ടു ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ബി എന്താണ്? 30,000. 45,000 ഈസ് ടു 30,000. ദാറ്റ് ഈസ് 45 ഈസ് ടു 30. ക്ലിയർ ആണോ? ഇനി നമുക്ക് കട്ട് ചെയ്യാം. 5 വെച്ച് കട്ട് ചെയ്താൽ 9 ഈസ് ടു 6. ഇനി 3 വെച്ച് കട്ട് ചെയ്താൽ 3 ഈസ് ടു 2. അപ്പോൾ എന്താണ് ഓപ്ഷൻ വരുന്നത്? പ്രോഫിറ്റ് ഓഫ് എ ഈസ് ടു പ്രോഫിറ്റ് ഓഫ് ബി 3 ഈസ് ടു 2 എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഇൻവെസ്റ്റ്മെന്റ് മാത്രം പറഞ്ഞിരിക്കുന്നു. സോ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ ആണ് പ്രോഫിറ്റിന്റെയും റേഷ്യോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഹേഷ് ആൻഡ് കിഷോർ started a business with investing ₹60,000 and ₹50,000 respectively. If after 1 year they earned a profit of 33,000 profit, what will be the Kishore share? അപ്പോൾ 2 പേരാണ്, മഹേഷ് കിഷോർ. ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 60,000ഉം 50,000. ഒരു വർഷം കഴിഞ്ഞിട്ട് അവർക്ക് പ്രോഫിറ്റ്, അതായത് ഒരു വർഷത്തേക്കാണ് അവർ ബിസിനസ് ചെയ്യുന്നത് 2 പേരും അല്ലെ. അപ്പോൾ നമുക്ക് ആദ്യം അവരുടെ പ്രോഫിറ്റിന്റെ റേഷ്യോ കണ്ടുപിടിക്കാം. പ്രോഫിറ്റ് ഓഫ് മഹേഷ് ഈസ് ടു പ്രോഫിറ്റ് ഓഫ് കിഷോർ അല്ലെ. എന്താണ് ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ? 60,000 ഈസ് ടു 50,000. അവിടെ വർഷം സെയിം ആയതുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് മാത്രം മതി അല്ലെ. ദാറ്റ് ഈസ് ഇൻറ്റു 1, ഇവിടെ ഇൻറ്റു 1. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്താൽ 6:5 എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ എന്താണ് ടോട്ടൽ തന്നിട്ടുണ്ട്? 33,000. അപ്പോൾ എങ്ങനെ ചെയ്യാം? നമുക്കറിയാം 6:5 റേഷ്യോ. അപ്പോൾ ടോട്ടൽ 11 ആണ് അല്ലേ. ദാറ്റ് ഈസ് 6/11 ഓഫ് 33,000 ആയിരിക്കും മഹേഷിന് കിട്ടുന്നത്. കിഷോറിന് കിട്ടുന്നതോ 5/11 ഓഫ് 33,000 ആയിരിക്കും ആർക്ക് കിട്ടുന്നത്? കിഷോറിന് കിട്ടുന്നത്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് കിഷോറാണ്. അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് ഈസ് 5 ഇൻറ്റു 3,000, ദാറ്റ് ഈസ് 15,000. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ, 6/11. ഇനി ഇത് റേഷ്യോ കൺസെപ്റ്റ് വെച്ച് ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. 6:5. അപ്പോൾ 6x ആണ് കിഷോറിന് കിട്ടുന്നത്, അടുത്ത മഹേഷിന് കിട്ടുന്നത്. കിഷോറിന് കിട്ടുന്നത് 5x. സോ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 6x + 5x = 11x എന്ന് പറയുന്നതാണ് 33,000. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ നമുക്ക് 3,000 എന്ന് കിട്ടും. സോ കിഷോറിന് കിട്ടുന്നത് 5 × 3,000
മഹേഷിന് എടുത്തത് 6 into 3000. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കത് ചെയ്യാം. അതിന് റേഷ്യോ കണ്ടുപിടിക്കാം. ഓക്കെ, റേഷ്യോ കണ്ടുപിടിക്കാം, ദെൻ ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. X and Y started a business. X invest rupees 3,000 for 4 months and Y invest rupees 2,000 for 6 months. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ടൈം പീരീഡും പറഞ്ഞിട്ടുണ്ട്. How much should X be paid out of a total profit of rupees 500? അപ്പോൾ എക്സിന്റെയും വൈയുടെയും പ്രോഫിറ്റിന്റെ റേഷ്യോ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ഓഫ് എക്സ് ഇൻറ്റു ടൈം ഓഫ് എക്സ് ഈസ് ടു ഇൻവെസ്റ്റ്മെന്റ് ഓഫ് വൈ ഇൻറ്റു ടൈം ഓഫ് വൈ. ഇൻവെസ്റ്റ്മെന്റ് ഓഫ് എക്സ് എത്രയാണ്? 3,000 ഇൻറ്റു ടൈം എത്രയാണ്? 4 months ഈസ് ടു, ഇനി വൈയുടെ എത്രയാണ്? 2,000 ഇൻറ്റു 6 months. 2 months ആണെങ്കിൽ കുഴപ്പമില്ല, ഒരെണ്ണം മന്ത് ഒരെണ്ണം ഇയർ ഒക്കെ ആണെങ്കിൽ അത് ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. That is 3 into 4 is to 2 into 6, that is 12 is to 12, that is 1 is to 1 അല്ലേ? 1 is to 1 എന്നാൽ ഈക്വൽ ആയിട്ടാണ് ഷെയർ ചെയ്യുന്നത്, ഹാഫ് ഹാഫ് ആയിട്ട് രണ്ടുപേർക്കും കിട്ടും. അപ്പോൾ 500 ആണെങ്കിൽ എക്സിന് എത്ര കിട്ടും? 250. 500 by 2 250. വൈക്കും അത് തന്നെ കിട്ടും അല്ലേ? ഹാഫ് ആയിട്ടാണ് വരുന്നത്. സോ ഓപ്ഷൻ സി rupees 250. ക്ലിയർ ആണല്ലോ? അപ്പം ഇൻവെസ്റ്റ്മെന്റും അതേപോലെ തന്നെ എന്താ ടൈമും തന്നിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റും ടൈമിന്റെയും കൂടെ വെച്ചിട്ട് അറിയണം നമ്മൾ റേഷ്യോ എടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. A started a business with rupees 4,000 and B joined him after 3 months with rupees 16,000. Find the ratio of their profit at the end of the year. എന്താണ്? എ ഒരു ബിസിനസ് 4,000 വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ബി എന്ത് ചെയ്തു? 3 മാസം കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത് അല്ലെ, വിത്ത് 16,000. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദിയർ പ്രോഫിറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദിയർ. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഓഫ് എ ഈസ് ടു പ്രോഫിറ്റ് ഓഫ് ബി കണ്ടുപിടിക്കാം. അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ്? എ 4,000 ബി 16,000 അല്ലെ. ഇനി എത്ര നാളത്തേക്കാണ് ഇട്ടതെന്ന് നോക്കിയേ. ഇതിപ്പോ ഒരു ബിസിനസ് ചെയ്യുന്നത് എത്ര വർഷത്തേക്കാണെന്ന് നോക്കിയേ. അവരുടെ ബിസിനസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 1 വർഷത്തേക്കാണ് അല്ലെ. 1 വർഷം കഴിഞ്ഞിട്ട് കിട്ടിയ ആ പ്രോഫിറ്റ് എങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു എന്നല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പം 1 വർഷം കഴിഞ്ഞിട്ടാണ് ഇവര് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എ ബിസിനസ് തുടങ്ങിയപ്പോൾ തൊട്ടുണ്ട്, ബി ആണെങ്കിൽ 3 മാസം കഴിഞ്ഞ് ജോയിൻ ചെയ്തു അല്ലെ. അപ്പോൾ 1 വർഷത്തിൽ 12 മാസവും എ ഉണ്ടായിരുന്നു. ഇനി ബി ആണെങ്കിലോ 3 മാസം കഴിഞ്ഞാണ് ജോയിൻ ചെയ്തത്. ദാറ്റ് മീൻസ് ബാക്കി 9 മാസങ്ങളിലെ ബി ഉള്ളായിരുന്നു. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇവരുടെ റേഷ്യോ കണ്ടുപിടിക്കാം. അപ്പോൾ സീറോസ് എല്ലാം കട്ട് ചെയ്യാം. ഇതിവിടെ കട്ട് ചെയ്താൽ 4 ആയി, 4 ഇവിടെ കട്ട് ചെയ്താൽ 3 ആയി, 3 ഇവിടെ കട്ട് ചെയ്ത് 3 അല്ലെ. 1:3 എന്നാണ് റേഷ്യോ കിട്ടുന്നത്. ക്ലിയർ ആണോ? സോ ഓപ്ഷൻ എ. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ ഈ ഒരു 3 മാസം കഴിഞ്ഞ് ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ 7 മാസം കഴിഞ്ഞ് ജോയിൻ ചെയ്യുക എന്നുള്ളതൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചോണം. എത്ര നാളത്തേക്കാണ് ഈ ബിസിനസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കുക. 1 വർഷത്തേക്കാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എ ആ ഒരു ഫുൾ ഇയറിലും എ ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് 12 മാസവും ഉണ്ടായിരുന്നു. ബി ആണെങ്കിൽ 3 മാസം കഴിഞ്ഞാണ് ജോയിൻ ചെയ്തത്. ദാറ്റ് മീൻസ് ബാക്കിയുള്ള 9 മാസത്തേക്കാണ് ബി ഉണ്ടായിരുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A started a business investing rupees 21,000. After 5 months, B joins him with rupees 24,000. If at the end of the year they earn a profit of rupees 15,000, then find the profit earned by B. അപ്പോൾ എ ഒരു ബിസിനസ് തുടങ്ങി ഇൻവെസ്റ്റ് ചെയ്യുന്ന എത്രയാണ്? 21,000 rupees ഇൻവെസ്റ്റ് ചെയ്തു. ആഫ്റ്റർ 5 months ബി ജോയിൻ ഹിം അല്ലെ. അപ്പോൾ പ്രോഫിറ്റ് ഓഫ് എ ഈസ് ടു പ്രോഫിറ്റ് ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്? എ ഇൻവെസ്റ്റ്മെന്റ് 21,000 എത്ര നാൾ ബിസിനസ് ചെയ്തു? ആ ഒരു വർഷം ഫുള്ള് അല്ലെ. അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ആണ് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത്. സോ ഒരു വർഷം ഫുള്ള് എ ഉണ്ടായിരുന്നു. ബി ആണെങ്കിൽ 24,000 ജോയിൻ ചെയ്തപ്പോഴാണ് 5 മാസങ്ങൾ കഴിഞ്ഞപ്പം. അപ്പൊ ഇനി എത്ര മാസവും കൂടെ ഉണ്ട്? 7 മാസം കൂടെ. 7 മാസത്തേക്കാണ് ആര് ചെയ്തത്? ബി ചെയ്തത് അല്ലെ. അപ്പൊ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കാം? ഇതിന്റെ റേഷ്യോ കണ്ടുപിടിക്കാം. സീറോസ് കട്ട് ചെയ്യാം. 21 24 3 വെച്ച് കട്ട് ചെയ്താൽ 7 8 ഇവിടെ 7 കൂടെ കട്ട് ചെയ്യാം. 4 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 3 ഇവിടെ 2 അല്ലെ. അപ്പോൾ പ്രോഫിറ്റ് ഓഫ് എ ഈസ് ടു പ്രോഫിറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3:2 എന്ന് കിട്ടും. നമ്മളിവിടെ ചോദിക്കുന്ന ആരുടെ ഷെയർ ആണ്? ബിയുടെ ഷെയർ കണ്ടുപിടിക്കുക. ദാറ്റ് മീൻസ് ടോട്ടൽ എത്രയാണ്? 5 അല്ലെ. അപ്പോൾ 2/5 ഓഫ്
15,000 ആണ് ബിക്ക് കിട്ടുന്നത്. അപ്പൊ ഇത് കണ്ടുപിടിച്ചാൽ പോരായോ? 3,000 കട്ട് ചെയ്താൽ then 2 into 3,000 6,000 rupees. ക്ലിയർ ആണോ? ഓപ്ഷൻ സി 6,000. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A started a business with a capital of rupees 10,000. 1 year later, B joined him with a capital of 20,000. At the end of 3 years from the start of business, the profit earned was rupees 8,400. Then find the share of B in the profit exceeded the share of A. That is, the share of B in the profit exceeded the share of A by dash. Okay. ഇപ്പൊ എന്താ പറയുന്നത്? എ ഒരു ബിസിനസ് തുടങ്ങി വിത്ത് എ ക്യാപിറ്റൽ ഓഫ് 10,000 റുപ്പീസ്. 1 ഇയർ ലെറ്റർ, ഒരു വർഷം കഴിഞ്ഞപ്പം ബി ജോയിൻ ചെയ്തു 20,000. ഇനി ഇവര് ബിസിനസ് എത്ര നാളത്തേക്കാ ചെയ്തത്? 3 വർഷം ചെയ്തിട്ടാണ് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്തത് അല്ലെ. 3 വർഷത്തേക്കാണ് ബിസിനസ് ചെയ്തത്, അതിനുശേഷമാണ് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്തത്. അപ്പൊ നമുക്ക് അവരുടെ റേഷ്യോ കണ്ടുപിടിക്കാം. പ്രോഫിറ്റ് ഓഫ് എ ഈസ് ടു പ്രോഫിറ്റ് ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ഓഫ് എ 10,000 ഇൻറ്റു എത്ര നാൾ ചെയ്തു? 3 വർഷത്തേക്കാണ് ഇവര് ബിസിനസ് ചെയ്തത് അല്ലെ. അപ്പൊ എ എന്ന് പറഞ്ഞ എത്ര നാളത്തേക്കുണ്ടായിരുന്നു? 3 വർഷവും എ ഉണ്ടായിരുന്നു. ഈസ് ടു ഇനി ബി എന്ന് പറഞ്ഞത് 20,000 വന്നത് എപ്പോഴാ? ഒരു വർഷം കഴിഞ്ഞിട്ട്. അപ്പൊ എത്ര വർഷം ബിസിനസ് ചെയ്തു? ബാക്കിയുള്ള 2 വർഷം ബി ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇവരുടെ റേഷ്യോ കണ്ടുപിടിക്കാം. സീറോസ് കട്ട് ചെയ്യാം. ഓക്കെ. ദെൻ 3 എന്ത് വരും? 3:4 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഇനിയും ചോദിക്കുന്നത് എന്താണ്? ബിക്ക് എയെക്കാട്ടിൽ എത്ര കൂടുതലാണ് കിട്ടിയെന്നാണ് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ എക്ക് എത്ര ടോട്ടൽ? 8,400. ഓക്കെ. അപ്പൊ എക്ക് എത്ര കിട്ടിയത്? 3 ടോട്ടൽ എന്താന്ന്? 3/7. 3/7 ഓഫ് 8,400 ആണ്. അതേപോലെ 4/7 ഓഫ് 8,400 ആണ്. ആർക്ക് കിട്ടിയത്? ഇത് എക്ക് കിട്ടിയത്, ഇത് ബിക്ക് കിട്ടിയത്. സോൾവ് ചെയ്യാമല്ലോ. കട്ട് ചെയ്താൽ 1 2 0 0 36,000 ആണ് എക്ക് കിട്ടിയത്. ഇനി ബിക്ക് കിട്ടിയത് 1 2 0 0 48,000. അപ്പൊ മൈനസ് ചെയ്യാമല്ലോ. 48,000 മൈനസ് 36,000. ക്ലിയർ അല്ലേ? 12,000 റുപ്പീസ് ആണ് കിട്ടിയത്. ഓക്കെ ആണോ? അപ്പം ഇതൊക്കെ നമ്മൾ ഈ 2 കാൽക്കുലേഷൻ ചെയ്ത് ഈ മൈനസ് ചെയ്യുന്നതിലും എളുപ്പം നമുക്ക് പറയാം. അപ്പം 3/7 ഓഫ് 8,400 ആണ് എക്ക് കിട്ടിയത്. 4/7 ഓഫ് 8,400 ആണ് ഇത് കിട്ടിയത്. അപ്പൊ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? ജസ്റ്റ് അവരുടെ ഡിഫറൻസ് എത്ര? 1/7 അല്ലെ. 3 മൈനസ് 4 മൈനസ് 3 1. 1/7 ഓഫ് 8,400 ആണ് കിട്ടിയത്. അങ്ങനെ ഡയറക്റ്റ് ചെയ്യാമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. ക്ലിയർ ആണല്ലോ? ഓപ്ഷൻ നമുക്ക് എന്ത് വരും? 1,200 റുപ്പീസ് ആണ് ബിയുടെ പ്രോഫിറ്റ് എയെക്കാട്ടിൽ. എത്രയാണ് കൂടുതൽ? ബിക്ക് എയെക്കാട്ടിൽ എത്ര രൂപ കൂടുതൽ കിട്ടി എന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ബിസിനസ്. ദേ ഇൻവെസ്റ്റ് ഇൻ ദ റേഷ്യോ 6:7. At the end of 14 months, A withdraw his capital. If they receive profit in the ratio 2:3, find how long B has invested. എയും ബിയും ബിസിനസ്സിലെ പാർട്ട്നേഴ്സ് ആയിരുന്നു. അവർ ഇൻവെസ്റ്റ് ചെയ്ത റേഷ്യോ തന്നിട്ടുണ്ട് അല്ലെ. ദാറ്റ് മീൻസ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് എ ഈസ് ടു ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ബി എന്ന് പറഞ്ഞത് എന്താ തന്നേക്കുന്നത്? 6:7 ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ തന്നു. അറ്റ് ദി എൻഡ് ഓഫ് 14 months എ വിഡ്രോ ഹിസ് ക്യാപിറ്റൽ. അപ്പൊ എ എത്ര നാൾ ബിസിനസ് ചെയ്തു എന്നാ പറഞ്ഞത്? 14 months ആണ് എ ബിസിനസ് ചെയ്തത് അല്ലെ. 14 months കഴിഞ്ഞ് എ പോയി. അപ്പൊ ടൈം ഓഫ് എ ആണ് 14. ഇനി ഇഫ് ദ റിസീവ് എ പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ 2:3. അപ്പൊ പ്രോഫിറ്റിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയാണ്? 2:3. പ്രോഫിറ്റ് ഓഫ് എ ഈസ് ടു പ്രോഫിറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ 2:3 എന്നും തന്നിട്ടുണ്ട്. ഫൈൻഡ് ഹൗ ലോങ് ബി ഹാസ് ഇൻവെസ്റ്റഡ്. അപ്പം നമുക്കറിയാം പ്രോഫിറ്റ് ഓഫ് എ ഈസ് ടു പ്രോഫിറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് എ ഇൻറ്റു ടൈം ഓഫ് എ ഈസ് ടു ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ബി ഇൻറ്റു ടൈം ഓഫ് ബി ആണ്. പ്രോഫിറ്റിന്റെ റേഷ്യോ എത്രയാണ്? 2:3 ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ 6:7 അല്ലെ. അപ്പൊ 6 ഇവിടെ ഇൻറ്റു എത്രയാണ്? 14 months ഈസ് ടു 7 ഇൻറ്റു ടൈം ഓഫ് ബി. അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലെ. ഇത് രണ്ട് റേഷ്യോ ഈക്വൽ ആണെങ്കിൽ നമുക്ക് അത് ഇക്വേറ്റ് ചെയ്താൽ പോരായോ? 2/3 ഈക്വൽ ടു 6 ഇൻറ്റു 14/7 ഇൻറ്റു ടൈം പീരീഡ് ഓഫ് ബി. സോൾവ് ചെയ്തേ.
ഇവിടുന്ന് കട്ട് ചെയ്യാം 2 ദെൻ ഇതിങ്ങനെ കട്ട് ചെയ്യാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ടൈം പീരീഡ് ഓഫ് ബി വിൽ ബി ഈക്വൽ ടു 6 × 3 18 മന്ത്സ്. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ പ്രോഫിറ്റിന്റെ റേഷ്യോ തന്നിട്ട് ടൈം പീരീഡ് ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് 6:7 എന്ന്, ടൈം പീരീഡ് എയുടെ തന്നിട്ടുണ്ട്, ബിയുടെ തന്നില്ല അല്ലേ? അത് കണ്ടുപിടിക്കണം. പിന്നെ പ്രോഫിറ്റിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഇക്വേഷനിലോട്ട് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇല്ലാത്തത് കണ്ടുപിടിക്കുക. ക്ലിയർ ആണോ? 18 മന്ത്സ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.